ഇപ്പോൾ കിട്ടിയ ചൂടുള്ള വാർത്ത. മലപ്പുറം വേങ്ങരയിൽ യുവതിയെ മൊബൈൽ ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലി. മുത്തലാഖ് നിരോധന നിയമമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ടും മുത്തലാഖ് നടക്കുന്നു എന്നുള്ളതാണ് ഗൗരവത്തോടെ കാണേണ്ടത്. കൊണ്ടോട്ടി തറയട്ടാൾ ചാലിൽ വീരാൻകുട്ടിയാണ് മുത്തലാഖ് ചൊല്ലിയത്. മുത്തലാഖ് ചൊല്ലുന്നതിന്റെ ഓഡിയോ മനോരമ ന്യൂസിൽ ലഭിച്ചു. 1.5 വർഷം മുൻപ് വിവാഹം കഴിഞ്ഞ ഇരുവർക്കും 11 മാസം പ്രായമുള്ള കുഞ്ഞുമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മലപ്പുറം ഗിന്നസിൽ കയറും. മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയായി. ഇപ്പോൾ വിധി നിശ്ചയിക്കുന്നതും കോടതിയും ജയിലും ഒക്കെ മാധ്യമങ്ങളാണ്. ഇതുപോലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടുംപുറത്ത് തന്നെ ഒരുപാട് നടക്കുന്നുണ്ട് പലതും. അപ്പോൾ വാട്സപ്പിലൂടെ മുത്തലാഖ് ചെല്ലുന്നത് നമുക്ക് കേൾക്കണ്ടേ? മോളെ ഞാൻ 3 ചൊല്ലി ഇജ് എന്താ വെച്ചാൽ ഒക്കെ ഒപ്പിട്ടുണ്ടോന്ന് പറഞ്ഞു. ഞാൻ 3 ചൊല്ലി 1, 2, 3 ഞാൻ ചൊല്ലി എന്നാണ് എൻ്റെ ഉപ്പാനോട് പറഞ്ഞത്. ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതിനും കൂടി മറുപടി പറയണമായിരുന്നു. ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്നെങ്കിൽ മുത്തലാഖ് ചൊല്ലുക, അല്ലെങ്കിൽ നിയമപരമായിട്ട് ബന്ധം വേർപ്പെടുത്തുക. ഒന്നിച്ച് ജീവിക്കാൻ പറ്റാതാകുമ്പോൾ നല്ലൊരു പ്രതിവിധിയാണ് നിയമപരമായി ബന്ധം വേർപ്പെടുത്തുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇവിടെ കൊല്ലും കൊലയും നടക്കും. ഇതിപ്പോൾ നമുക്ക് 2 ഭാഗം കൂടി കേൾക്കേണ്ടി വരും. ചാനൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഭാഗം മാത്രമാണ്. എന്തെന്നായാലും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഇതിൻ്റെ പേരിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന പങ്ക് വെക്കുന്നത് ഇതുപോലുള്ള മാധ്യമങ്ങൾ തന്നെയാണ്. ഇതിപ്പം മാധ്യമങ്ങൾക്ക് ഒരു ചർച്ചാ വിഷയമായി. പോലീസ് സ്റ്റേഷനും കോടതിയും ഒക്കെ ഇപ്പോൾ മാധ്യമങ്ങളാണ്. അവർ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. നമ്മൾ അറിഞ്ഞും അറിയാത്തതുമായ കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും വീട്ടിൽ പ്രസവിച്ച അസ്മയുടെ മരണം അത് കത്തിപ്പടർത്തിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ. അതിനിടയിൽ ഈ ഒരു കേസും കിട്ടി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് പണിയില്ലാതായി. മതസ്പർദ്ധ ഉണ്ടാക്കാൻ പ്രധാന കാരണമാകുന്നത് ഈ മാധ്യമങ്ങൾ തന്നെയാണ്. എന്തെന്നാലും നമുക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.